ചേച്ചി, ഈ ഡൽഹിയിലുള്ള ആങ്ങളയ്ക്ക് ആമ്പിള്ളേരൊന്നും ഇല്ലേ? ഉണ്ട്. എന്താ? പെൺകുട്ടി കോവിലത്ത് വന്ന നിലയ്ക്ക് ആൺകുട്ടിയെ മേരി ചേച്ചിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ പറ. മേരി ചേച്ചി പെങ്ങളല്ലേ, കൂട്ടായിട്ട് താമരയുണ്ടല്ലോ അവിടെ. ഓ, അവളുടെ ജാതക ഫലത്തിലുണ്ട് അവള് ഡൽഹിയിൽ ജീവിക്കുമെന്ന്. ഓ, ജാതകത്തിൽ ഇപ്പൊ അതൊക്കെ എഴുതി തുടങ്ങിയോ? അതെ അതെ, അവളുടെ ജാതകത്തില്. ഈ കോവിലകം വീട് ഇവിടെ അടുത്താണോ? ഓ, ആരാ? അവിടുത്തെ കുഞ്ചിയമ്മയുടെ ഒരു സിസ്റ്റർ ഉണ്ടല്ലോ, ഒരു നസ്രാണിയുടെ കൂടെ ഒളിച്ചോടി പോയ ഒരു വട്ട് കേസ്. അല്ല, അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ആരാടി നീ? എവിടെന്നാ നീ ഇപ്പൊ പൊട്ടി വീണത്? ഈ നിക്കുന്നതാ നീ ചോദിച്ച വട്ടി കേസ്. ഞാൻ പറഞ്ഞതല്ല, അവള് പറഞ്ഞത്. അവളെ ചേച്ചി അവളുടെ മുഖത്തിട്ടൊന്ന് കൊടുക്കുക ചേച്ചി. ദേ, ഈ നാട്ടുകാര് നാറികൾ എന്തെങ്കിലും പറയുന്ന കേട്ട് ചോദ്യം ചെയ്യാനും ഉത്തരം കണ്ടുപിടിക്കാനും നടന്നാല് തൊല കാണില്ല. കേട്ടോടി ചൂലേ? കേട്ടു മേരി ആന്റി. ആന്റിയോ? പിന്നല്ലാതെ, എന്റെ അച്ഛന്റെ പെങ്ങള് എന്റെ ആന്റി അല്ലേ? ഞാൻ അനുരാധയാ, ഡൽഹിയിലുള്ള. അയ്യോ എന്റെ കർത്താവേ. അച്ഛൻ പറഞ്ഞു മേരി ആന്റി ഷോർട്ട് ടേം വേർഡ് ആണ്, പൊട്ടിത്തെറിക്കുമെന്ന്. അതൊന്ന് ടെസ്റ്റ് ചെയ്തല്ലേ? എന്നാലും നീ എന്നെ പറ്റിച്ചു കളഞ്ഞല്ലോ. ആ, നീയങ്ങ് വലുതായി സുന്ദരി കുട്ടിയായല്ലോടി. മേരി ആന്റിയെ കാണാൻ അനുവാദം ചോദിച്ച കുഞ്ചി ആന്റി സമ്മതിക്കില്ല എന്നറിയാം. അതുകൊണ്ട് ഞാൻ ചാടി. ഞാൻ പറഞ്ഞില്ലേ ഡൽഹിയിലെ പെൺകുട്ടികൾ ചാട്ടക്കാരിയാണെന്ന്. ഇതാരാ? ഞാൻ കല്യാണി, കോവിലത്തെ അടുത്ത ബന്ധുവാ. മോക്ക് പറഞ്ഞാലൊന്നും അറിയില്ല. ഗതിയില്ലാത്തോണ്ട് അമ്മയുടെ കൂടെ വന്ന് നിക്കുന്നതാ. ആ, നീ എത്ര കാലം ഇവിടെ ഉണ്ടാവും? കുറച്ചുനാളുണ്ട്, എന്റെ പഠിപ്പിന്റെ ഭാഗം. എന്നാ കുറച്ചു കാലം അമ്മായിയുടെ കൂടെ വന്ന് നിൽക്കും. കുറച്ച് കഴിയട്ടെ, ഞാൻ വരാം. അമ്മായിക്ക് സന്തോഷമായി, നീ എന്നെ കാണാൻ വന്നല്ലോ. എന്തു പഠിപ്പാ പഠിക്കുന്നേ? ഹ്യൂമൻ സയൻസ്. എന്ന് വെച്ചാ മനുഷ്യരെ കുറിച്ച്. ഡൽഹിയില് മനുഷ്യന്മാരൊന്നും ഇല്ലേ? ഉണ്ട്, പക്ഷേ ഇതുപോലുള്ള വെറൈറ്റി ഇല്ല. ഞാൻ പോട്ടെ അമ്മായി. കണ്ടിട്ടൊന്നും വിശേഷം ചോദിച്ചു തോന്നില്ല. വീട്ടിലേക്കൊന്ന് വന്നിട്ട് പോ മോളെ. ഞാൻ സൗകര്യം പോലെ വന്നോളാം. മിസ്റ്റർ ഇട്ടിച്ചനെ ഒന്ന് പരിചയപ്പെടണം. എന്റെ അമ്മായിയെ തട്ടിക്കൊണ്ടുപോയ ആളല്ലേ. സൗകര്യം നോക്കി ഞാൻ വന്നോളാം. എന്നാ മോള് ചെല്ലു. കുറച്ച് അഹങ്കാരമുണ്ട്. അത് നിനക്ക് തോന്നുന്നതാ. സുധാകരേട്ടന്റെ ആ സ്നേഹവും പെരുമാറ്റവും ഒക്കെ അവക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും എന്തോ ഒരു കുഴപ്പമുണ്ട്. മതി, നിന്നെക്കാളും നിന്റെ മോളെക്കാളും നല്ലതായിട്ട് ഈ ഭൂമി വേറെ ആരും ഇല്ലല്ലോ. നടക്കങ്ങോട്ട്.